good evening. Welcome to the debate. എയ്ഡഡ് സ്കൂളുകളിൽ അധ്യാപക നിയമനത്തിന് കോഴകൾ വാങ്ങുന്നത് ഒരു പുതിയ കഥയല്ല. എന്നാൽ കോഴ വാങ്ങുന്നയാൾ ഒരു സർക്കാർ ജീവനക്കാരനാവുകയും ആ സർക്കാർ ജീവനക്കാരൻ അനധികൃത ലീവിൽ പ്രവേശിച്ച് കൊള്ളയടിക്കുകയും ചെയ്യുമ്പോൾ സർക്കാർ നോക്കുകുത്തിയായി നിൽക്കുന്നു. പലതവണ വിജിലൻസിന്റെ റിപ്പോർട്ടും ഒപ്പം സൂപ്പർ ചെക്സിലിന്റെ റിപ്പോർട്ടും സർക്കാരിന് സമർപ്പിച്ചിട്ടും VC പ്രവീൺ എന്ന മാനേജർ ഒരു സൂപ്പർ സർക്കാരായി സർക്കാർ സംവിധാനങ്ങൾക്ക് മുകളിൽ വിലസുന്നു. എയ്ഡഡ് സ്കൂളുകളുടെ മറവിൽ അധ്യാപക നിയമന കച്ചവടം നടത്തിയ VC പ്രവീണിന് സർക്കാർ എന്തും ചെയ്യാനുള്ള ലൈസൻസാണോ നൽകിയിരിക്കുന്നത്? അധ്യാപക നിയമന കച്ചവടത്തിലൂടെ 100-ലധികം ആളുകളുടെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയ VC പ്രവീൺ പിന്നീട് വിദ്യാർത്ഥികളുടെ എണ്ണം ഡിവിഷൻ ഫാൾ വരാതിരിക്കാൻ പെരുപ്പിച്ചു കാണിക്കുന്നതിലും സമർത്ഥനായി. അപ്പോഴും സർക്കാർ സംവിധാനം കണ്ടുപിടിച്ചെങ്കിലും ചെറുവിരലനക്കിയിട്ടില്ല വിദ്യാഭ്യാസ വകുപ്പ്. ഇത് എയ്ഡഡ് കൊള്ളയോ? അധ്യാപക നിയമന കൊള്ളയിലൂടെ കോടികൾ, ആ കോടികൾ സഹകരണ ബാങ്കിലിട്ട് അനധികൃതമായി തട്ടിപ്പ് നടത്തിയ VC പ്രവീൺ ഇതാ മറ്റൊരു തട്ടിപ്പ് കൂടി നടത്തിയത് സർക്കാർ കണ്ടെത്തി, നടപടിയുണ്ടാവുന്നില്ല. തൃശ്ശൂരിലെ സ്കൂൾ മാനേജർ VC പ്രവീൺ വിദ്യാർത്ഥികളുടെ എണ്ണം പെരുപ്പിച്ച് കാട്ടി തട്ടിപ്പ് നടത്തിയതായും കണ്ടെത്തൽ വന്നിരിക്കുന്നു. കൂരിക്കുഴി സ്കൂളിൽ മാത്രം 3 വർഷത്തിനിടെ 221 കുട്ടികളെയാണ് തലയെണ്ണാൻ വേണ്ടി കൊണ്ടിരുത്തിയതെന്ന് സൂപ്പർ ചെക്സിൽ കണ്ടെത്തി. പള്ളിക്കൽ സ്കൂളിലും കുട്ടികളെ അനധികൃതമായി ചേർത്തെന്ന് സമ്മതിക്കുന്ന ഹെഡ്മാസ്റ്ററുടെ വെളിപ്പെടുത്തലും റിപ്പോർട്ടിന് ലഭിച്ചു. മദ്രസ വിദ്യാർത്ഥികളും ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കുട്ടികളെയും തലയെണ്ണലിലായി എത്തിച്ചുവെന്ന് കണ്ടെത്തിയിട്ടും ഇതുവരെ സർക്കാരോ വിദ്യാഭ്യാസ വകുപ്പോ ഒരു ചെറുവിരലനക്കിയിട്ടില്ല. TV പ്രസാദ് നമുക്കൊപ്പം ചേരുന്നു. TV പ്രസാദ്, ഈ VC പ്രവീണിന് ആരാണ് ഇത്ര സംരക്ഷണം നൽകുന്നത്? ഒരു ഭാഗത്ത് നിയമന തട്ടിപ്പിലൂടെ ലക്ഷങ്ങളും കോടികളും വെട്ടിക്കുന്നു, മറുഭാഗത്ത് വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുമ്പോൾ മദ്രസയിൽ നിന്നടക്കം ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളെ അടക്കം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ തൊഴിലാളികളുടെ മക്കളെ അടക്കം പൈസ കൊടുത്ത് ഈ ഇൻസ്പെക്ഷൻ നടക്കുന്ന ദിവസം എത്തിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ VC പ്രവീണിന് സുരക്ഷയൊരുക്കുന്നത് ആരാണ്? അരുൺ, ഒരുപാട് VC പ്രവീണുമാർ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളതാണ് ഈ വാർത്ത കൊടുത്തതിന് ശേഷം നമുക്ക് അറിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. പല ഭാഗങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നു എന്ന വിവരമാണ് വരുന്നത്. നമുക്കതിലേക്ക് പോവുകയും ചെയ്യാം. അരുൺ ഇപ്പോൾ പറഞ്ഞതുപോലെ VC പ്രവീണിന് എങ്ങനെ ഇങ്ങനെ ഒരു സമാന്തര സർക്കാരായി പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നുള്ളിടത്താണ് ഇതിൻ്റെ എല്ലാം പ്രശ്നം. അതായത് സർക്കാർ ശമ്പളം കൊടുക്കുന്ന അധ്യാപകർ, ആ അധ്യാപകരെ തിരഞ്ഞെടുക്കാനുള്ള അനുവാദം നമ്മുടെ സംസ്ഥാനത്ത് ഉള്ളിടത്തോളം കാലം ഇത് തുടരും എന്നേ നമുക്ക് ഇതിൽ പറയാൻ കഴിയൂ. VC പ്രവീണിനെ സംബന്ധിച്ച് VC പ്രവീൺ ഇതിൽ കുറച്ച് ക്രിമിനൽ ബുദ്ധി കൂടി പ്രയോഗിക്കുമ്പോഴാണ് ഇത്രയും ആളുകളെ പറ്റിച്ച് സർക്കാർ പണം ധൂർത്തടിക്കാനും അത് കൊള്ളയടിക്കാനുമുള്ള ആത്മവിശ്വാസം ഉണ്ടാകുന്നത്. സാധാരണഗതിയിൽ ഇത്തരം പരാതികൾ സ്കൂളിൽ ഉയർന്നു വരിക സ്വാഭാവികമാണ്. പക്ഷേ അതിൽ അന്വേഷണം നടത്തി റിപ്പോർട്ടുണ്ടായിട്ടും നടപടിയെടുക്കുന്നില്ല എന്നുള്ളിടത്താണ്. ഏതാണ്ട് 20-ലധികം റിപ്പോർട്ടുകളാണ് VC പ്രവീണിനെതിരെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. പല കോടതി വിധികളും VC പ്രവീണിന് എതിരായിട്ടും അതെല്ലാം പ്രവീണിന് അനുകൂലമാക്കി കൊടുക്കുന്ന ഒരു മാഫിയ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാഭ്യാസ വകുപ്പിലുണ്ട് എന്നുള്ളിടത്താണ് VC പ്രവീണിൻ്റെ വിജയം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് അരുൺ, കൈക്കൂലി കൊടുക്കുന്നതും വാങ്ങുന്നതും കുറ്റകരമാണ് എന്ന നിയമമാണ് VC പ്രവീണുമാരെ വളർത്തുകയും ചെയ്യുന്നത്. ചില ആളുകൾ അവരുടെ ഗതികേട് കൊണ്ട് മാനേജ്മെൻറ്റ് സ്കൂളിൽ പണം കൊടുത്താൽ ജോലി കിട്ടും എന്നറിഞ്ഞുകൊണ്ട് ഒരു രേഖയുമില്ലാതെ ബാങ്ക് വഴിയല്ലാതെ നേരിട്ട് കൊണ്ടുപോയി പണം കൊടുക്കുന്നു. അതിനൊരു തെളിവുമില്ല. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്താൽ പോലും പരാതി എടുക്കാത്ത ഒരു സ്ഥിതി. മാത്രമല്ല, തുടർച്ചയായി പരാതിക്ക് പോകുന്നവർക്ക് പണം കൊടുത്ത് അവരിൽ നിന്നും മുദ്രപേപ്പറിൽ ഒപ്പിട്ട് വാങ്ങിക്കുന്നു, ഇനി നമ്മൾ പരാതിക്ക് പോവില്ല എന്ന്. ചുരുക്കത്തിൽ 114 അധ്യാപകരിൽ നിന്ന് ഇല്ലാത്ത തസ്തികയ്ക്ക് ലക്ഷങ്ങൾ വാങ്ങിയത് മാത്രമല്ല, സർക്കാരിനെ പറ്റിച്ച് ലക്ഷങ്ങൾ ഇപ്പോഴും കൊള്ളയടിക്കുകയാണ് സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തു നിന്നും പല VC പ്രവീണുമാരും. അരുൺ, ഓക്കെ, ഈ VC പ്രവീൺ ഇപ്പോഴും സർവീസിൽ തന്നെ തുടരുന്നുണ്ടോ? അനധികൃതമായി ലീവിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ VC പ്രവീണുമായി പ്രസാദിന് സംസാരിക്കാൻ സാധിച്ചിരുന്നോ? എന്തായിരുന്നു അവരുടെ പ്രതികരണം? VC പ്രവീണുമായി നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല അരുൺ. നിലവിലത്തെ സാഹചര്യത്തിൽ ഇന്ന് വരെ തൃശ്ശൂരിലെ കഴിയുമ്പ്രം SNDP സ്കൂളിൽ
ഇപ്പോഴും ലാബ് ജീവനക്കാരൻ തന്നെയാണ്. ആ പദവിയിൽ നിന്ന് നീക്കം ചെയ്യണം എന്നാവശ്യപ്പെട്ട് പലതവണ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് സ്കൂളിലെ മാനേജർക്ക്. വെള്ളാപ്പള്ളി നടേശൻ്റെ ഉടമസ്ഥതയിലുള്ള സ്കൂളാണത്. അതിൻ്റെ വാർത്ത, അതിൻ്റെ വിവരങ്ങൾ നമുക്കൊക്കെ വരുന്ന ദിവസങ്ങളിൽ കൊടുക്കാനും കഴിയും. പക്ഷേ നിലവിൽ അനധികൃത അവധിയിലാണ്. വൈശാഖൻ ചേരുന്നുണ്ട്. തട്ടിപ്പിനിരയായ ആൾ ആണ് വൈശാഖൻ, മഞ്ചേരിയിൽ നിന്ന് ചേരുന്നു. ഒപ്പം ആനിയും തട്ടിപ്പിനിരയായ മറ്റൊരു അധ്യാപികയാണ് നമുക്കൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ആദ്യം വൈശാഖനിലേക്ക്. വൈശാഖൻ, എത്ര രൂപയാണ് വൈശാഖൻ ഈ VC പ്രവീണിന് കൊടുത്തത്? പിന്നീട് എന്താണ് VC പ്രവീൺ പറഞ്ഞ മറുപടി? താങ്കൾ എങ്ങനെയാണ് വഞ്ചിക്കപ്പെട്ടത്? ഞാൻ 2014 സ്കൂളിൽ കയറുന്നത്. അത് 2014 സ്കൂളിൽ കയറിയതിന് ശേഷം അന്ന് ഒരു പോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ രീതിയിലാണ് പൈസ വാങ്ങിയത്. കെട്ടിട നിർമ്മാണത്തിന് എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയത്. പുതിയ പോസ്റ്റ് ആയതുകൊണ്ട് കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി ആ പോസ്റ്റിലേക്ക് വേണ്ടിയിട്ടാണ് പണം വാങ്ങിയത്. പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അടുത്ത കൊല്ലം വരുന്നുണ്ട് ഒരു പോസ്റ്റ്, അതിലേക്ക് മാറ്റിത്തരാമെന്ന് പറഞ്ഞു. പക്ഷേ അന്ന് എന്തുണ്ടായി, 2 റിട്ടയർമെൻറ്റ് പോസ്റ്റുകളും വന്നു. എന്നിട്ട് പോലും 2015 അദ്ദേഹം മാറ്റി തന്നില്ല. 2017 വീണ്ടും ഒരു പോസ്റ്റ് വന്നു, അതിലേക്ക് എന്നെ മാറ്റി തരുമെന്ന് ചോദിച്ചപ്പോൾ അപ്പോഴും മാറ്റി തന്നില്ല. എൻ്റെ കയ്യിൽ നിന്നും 15.5 ലക്ഷം രൂപയാണ് വാങ്ങിയത്. 15.5 ലക്ഷം രൂപ ഞാൻ മഞ്ചേരി അർബൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് അദ്ദേഹത്തിന് കൊടുത്തത്. അന്നേ ദിവസം ലോൺ എടുത്തു, അന്നേ ദിവസം തന്നെ ആളെ കയ്യിൽ ആ പണം കൊടുത്തു. പക്ഷേ പണം ഞാൻ നേരിട്ട് കയ്യിൽ കൊടുത്തതാണ്. പക്ഷേ ആ സമയത്ത് എൻ്റെ കയ്യിലൊരു പഴയ തരത്തിലുള്ളൊരു ഫോൺ ഉണ്ടായിരുന്നു, അതിൽ ഫോട്ടോ എടുത്തിരുന്നു. പക്ഷേ ആ ഫോട്ടോ ആൾ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. പിന്നെ അത് ചെറിയ ഫോണായതുകൊണ്ട് അത് അന്ന് തിരിച്ചെടുക്കാൻ പറ്റുമെന്നും ഇങ്ങനൊരു തട്ടിപ്പിന് ഞാൻ ഇരയാവുമെന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ അതിനുശേഷം പിന്നെ ഞാനത് വിവരാവകാശ പ്രകാരം പല വിവരങ്ങളും എടുത്തപ്പോഴാണ് എനിക്കറിഞ്ഞത് ഇവിടെ എന്നെ പോസ്റ്റിലേക്ക് ഇയാൾ മാറ്റി തരില്ല എന്നും എനിക്ക് ഇനി അവിടെ പോസ്റ്റ് കിട്ടില്ല എന്നും. അങ്ങനെ കുറച്ചും കൂടി വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പണം ചോദിച്ചു. പണം ചോദിച്ചപ്പോൾ ഞാനും എൻ്റെ ഫാമിലിയും കൂടി ആയിരുന്നു പോയിരുന്നത്. അമ്മയായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. അമ്മ തീരെ സുഖമില്ലാത്ത ആളാണ്. അപ്പം ഞാനും അമ്മയും കൂടി പോയ സമയത്ത് പിന്നെ വൈഫിൻ്റെ അച്ഛനൊക്കെ ആയിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. പക്ഷേ ആളന്ന് പറഞ്ഞു പണം നമുക്ക് ശരിയാക്കാം എന്ന് പറഞ്ഞു തിരിച്ചു വിട്ടു. പക്ഷേ പിന്നെ അതിന് ശേഷം ആൾ ചെയ്തത് എനിക്കും എൻ്റെ ഫാമിലിക്കെതിരെ കേസ് കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ എറണാകുളം ഹൈക്കോടതിയിൽ ആൾ എനിക്കെതിരെ കേസ് കൊടുത്തു. പക്ഷേ എന്നൊരു ഭാഗ്യം കൊണ്ട് ഞാനൊരു വക്കീലിനെ കണ്ടുകൊണ്ട് അന്ന് ആ കേസ് ഒഴിവാക്കി കിട്ടി. ഈ തെളിവില്ലാത്തത് കൊണ്ടാണ് ആ പണം ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം തൃശ്ശൂർ റൂറൽ SPക്ക് പരാതി കൊടുത്തു. പക്ഷേ അവിടെ നിന്ന് വന്നിട്ട് അത് കുന്നംകുളം സ്റ്റേഷനിൽ ACP ഓഫീസിലെത്തി. അവിടെ നിന്നും എനിക്ക് ഒരു ഇതുണ്ടായില്ല. ചെറുതുരുത്തി സ്റ്റേഷനിലും ഞാൻ പരാതി കൊടുത്തു. എവിടെ നിന്നും എനിക്ക് ഇതിന് ബന്ധപ്പെട്ടിട്ട് ഒരു ഇതും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇതുവരെ എൻ്റെ പണം ലഭിച്ചിട്ടില്ല. അതേപോലെ നിരവധി പേരെ ഇല്ല, എൻ്റെ പണം ഇതുവരെ ആള് തിരിച്ചു തന്നിട്ടില്ല. ഞാൻ പലതവണ ആളെ ഫോണിൽ വിളിച്ച് എൻ്റെ പണം തിരിച്ചു വരണം, പണവും തിരികെ കിട്ടിയില്ല. വൈശാഖൻ ഈ പണം കൊടുത്തതിന് ശേഷം താൽക്കാലികമായിട്ട് അധ്യാപന ജോലിയിൽ പ്രവേശിച്ചിരുന്നു ആ സ്കൂളിൽ? ആ സ്കൂളിൽ പ്രവേശിച്ചിരുന്നു. അന്ന് ആ പ്രവേശിക്കുന്നതിന് മുന്നേ ആൾ എനിക്കൊരു ബ്ലാങ്ക് ചെക്ക് തന്നിരുന്നു. ആ ബ്ലാങ്ക് ചെക്കിൻ്റെ ഒരു ഫോട്ടോ കോപ്പി മാത്രമാണ് എൻ്റെ കയ്യിലുള്ളത്. ആ കോപ്പി എൻ്റെ കൈവശം ഇപ്പോൾ ഉണ്ട്. അപ്പൊ താങ്കൾക്ക് തെളിവെന്ന രീതിയിൽ ഒരു ബ്ലാങ്ക് ചെക്ക് തന്നിരുന്നു. താൽക്കാലിക അധ്യാപക തസ്തികയിൽ നിയമിച്ചു. പക്ഷേ താൽക്കാലിക അധ്യാപന തസ്തികയിൽ എത്ര രൂപ വീതം താങ്കൾക്ക് കിട്ടിയിരുന്നു മാസം? 1 രൂപ പോലും ആള് വണ്ടിക്ക് പോയി വരാനുള്ള രൂപ പോലും തന്നില്ല. കാരണം 80 കിലോമീറ്ററാണ് എനിക്ക് വീട്ടിൽ നിന്ന് അവിടേക്കുള്ള ദൂരം. ഇത്രയും ദൂരം ദിവസവും രാവിലെ യാത്ര ചെയ്തിട്ടായിരുന്നു ഞാൻ പോയിരുന്നത്. ഒരു പണം പോലും. ഞാൻ TTC കഴിഞ്ഞ് കേട്ടറ്റൊക്കെ ഉള്ള ആളാണ്. TTC കഴിഞ്ഞു, കേട്ടറ്റുള്ള ആളാണ്. അവിടെ UP സ്കൂളായിരുന്നോ? ഇത് UP സ്കൂളായിരുന്നു. UP സ്കൂളിൽ 15.5 ലക്ഷം രൂപയാണ് വൈശാഖൻ തൊഴിൽ കിട്ടുമെന്ന പ്രതീക്ഷയിൽ കെട്ടിട നിർമ്മാണത്തിനായി കൊടുത്തത്. ഒരു ബ്ലാങ്ക് ചെക്ക് മാത്രമാണ് ഈ VC പ്രവീൺ നൽകിയത്. കഴിഞ്ഞ 2015 കൊടുത്തു. കഴിഞ്ഞ 10 വർഷമായിട്ട് ആ പണം തിരികെ തന്നില്ല. താങ്കൾക്ക് അപ്പോയിൻമെൻറ്റ് നൽകിയില്ല. താൽക്കാലിക അധ്യാപന തസ്തികയിൽ നിയമിച്ചിട്ട് 1 രൂപ പോലും താങ്കൾക്ക് തന്നില്ല. 80 കിലോമീറ്റർ ദൂരെ നിന്ന് വന്ന് താൽക്കാലിക അധ്യാപന തസ്തികയിൽ ജോലി ചെയ്തു. താങ്കൾ പരാതിപ്പെട്ടപ്പോൾ താങ്കൾക്കെതിരെ കേസ് കൊടുത്തു. ആ കേസ് ഇപ്പോൾ ഒരു വക്കീലിനെ വെച്ചതുകൊണ്ട് ഒഴിവായി കിട്ടി. ഇങ്ങനെയാണ് തട്ടിപ്പ് നടത്തിയത്. ഇങ്ങനെ എത്രത്തോളം തട്ടിപ്പുകൾ നടത്തി എന്നത് വൈശാഖൻ അറിയാം. വൈശാഖനെ പോലെ എത്ര വൈശാഖന്മാരുണ്ടാവും വൈശാഖൻ?
ഇതിൻ്റെ പേര് ഞാൻ വർക്ക് ചെയ്ത സ്കൂളിൽ മാത്രമായിട്ട് നിരവധി 40 പേരോളം അദ്ദേഹം നിയമിച്ചിട്ടുണ്ടായിരുന്നു. ആരുടെ കയ്യിൽ നിന്നും എല്ലാവരുടെ കയ്യിൽ നിന്നും ആള് പണം വാങ്ങിയിരുന്നു. ആരുടെ കയ്യിൽ നിന്നും പണം വാങ്ങാത്തതില്ല. 2013 ശരിക്കും പറഞ്ഞാൽ ഈ VC പ്രവീൺ ഒരു വിദ്യാഭ്യാസ അധോലോക രാജാവാണ് എന്ന് നമുക്ക് പറയാം. ആനി നമുക്കൊപ്പം ചേരുന്നു. ആനി മറ്റൊരു അധ്യാപികയാണ്, ഇത്തരത്തിൽ പറ്റിക്കപ്പെട്ട അധ്യാപികയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആനി, എങ്ങനെയാണ് ആനി വഞ്ചിക്കപ്പെട്ടത്? എന്നാണ് ആനി പണം കൊടുക്കുന്നത്? എത്ര രൂപ കൊടുത്തു? താങ്കൾ താൽക്കാലിക അധ്യാപക തസ്തികയിൽ ജോലി ചെയ്തിരുന്നോ? താങ്കൾക്ക് എന്തെങ്കിലും പ്രതിഫലം കിട്ടിയിരുന്നോ? ഞാൻ എറണാകുളത്തുള്ള ടീച്ചറാണ്. ഞാൻ ഒരു പത്രത്തിൽ പരസ്യം കണ്ടിട്ടാണ് അവിടെ ഇന്റർവ്യൂവിന് ചെല്ലുന്നത്. ചെന്ന് അവിടെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ഇന്റർവ്യൂവിന് അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ സർട്ടിഫിക്കറ്റ് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമുക്കൊരു ഡെമോ ക്ലാസ് പോലും എടുക്കാതെ പുള്ളി ആദ്യം, എൻ്റെ ഫാദർ ഒരു പ്രായമായ ആളാണ്, ഫാദറിനോട് പറഞ്ഞത് പെട്ടെന്ന് തന്നെ നിങ്ങൾ മോളെ ജോലിക്ക് കയറ്റൂ. അപ്പം ഫാദർ പറഞ്ഞു ഇവിടെ ഒത്തിരി PSCയും ഗവൺമെന്റ് ജോലിക്കൊക്കെ നോക്കുന്നുണ്ട് സാർ. അപ്പം പുള്ളി സ്കൂള് ചൂണ്ടിക്കാണിച്ചിട്ട് പറയും ഇത്രയും ശാന്തമായിട്ടുള്ളൊരു സ്കൂള് നിങ്ങൾക്ക് എന്തായാലും കിട്ടില്ല, ഇവിടെ സമാധാനത്തോടെ ജോലി ചെയ്യാം, സ്ഥിര നിയമനാണ് ഇവിടെ. അപ്പം ഫാദർ എന്നിട്ടും ചോദിച്ചായിരുന്നു ഇതിവിടെ ഡിവിഷൻ ഫോൾ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പം പുള്ളി പറഞ്ഞത് ഇവിടെ ഡിവിഷൻ ഫോൾ ഒന്നും എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ, ഇവിടെ അത്രയും കുട്ടികളുണ്ട് എന്നൊക്കെ എന്നിട്ട് HM കൊണ്ട് സംസാരിപ്പിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങള് 28 ലക്ഷം രൂപയാണ് കൊടുത്തത്. അതായത് UP സ്കൂളിലെ അധ്യാപക തസ്തികയിലേക്കാണോ ഹൈസ്കൂളിലേക്കാണോ? സ്കൂളിലെ അധ്യാപികയാണ്. UP സ്കൂൾ അധ്യാപക തസ്തികയ്ക്ക് 28 ലക്ഷം രൂപ ആനി കൊടുക്കുന്നത് ഏത് വർഷമാണ്? 2022 ഏത് വർഷം? 2022 2020. 2 വർഷം മുമ്പ് കൊടുക്കുന്നു. എന്ന് ജോലി തരാമെന്നാണ് പറഞ്ഞത്? എപ്പോഴാണ് വേക്കൻസി വരിക എന്നാണ് പറഞ്ഞത്? ആ വാക്ക് പാലിക്കാതെ പോയത് എന്നാണ്. സ്ഥിര നിയമനമാണെന്ന് പറഞ്ഞിട്ടാണ് പുള്ളി എന്നെ എടുക്കുന്നത്. അവിടെ ചെന്ന് ആദ്യം ഒരു 2 ലക്ഷം രൂപ പുള്ളി പെട്ടെന്ന് തന്നെ ഫാദറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് പുള്ളി 2 ചെക്ക് വാങ്ങിച്ചു. ചെക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഡ്രാഫ്റ്റ് പോലെയാണ്. അത് കഴിഞ്ഞ് ഈ പൈസ ഫുള്ള് കൊടുത്തു കഴിഞ്ഞ ഉടനെ തന്നെ പുള്ളി 5500 രൂപ ബസ് ഫെയർ എന്നും പറഞ്ഞ എല്ലാ മാസവും നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. ഞാൻ അവിടെ ജോയിൻ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ സൂപ്പർ സെല്ല് വന്നതാണെന്നൊക്കെ അറിഞ്ഞ ശേഷം ഞാൻ പിന്നെ എല്ലാത്തിനെയും വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. പിന്നെ വേറൊരു ജോലിക്കും ഞാൻ നല്ലപോലെ നോക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടും മാക്സിമം പിടിച്ചു നിൽക്കാൻ നോക്കി. പക്ഷേ പുള്ളിയാണെങ്കിൽ, ഞാൻ എറണാകുളത്തു നിന്നാണ് വരുന്നത്, 4 മണിക്ക് ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ വരുമ്പോൾ 10 മണിയാവും. 6 മണി വരെയൊക്കെ ആ ഒരു ഗ്രാമപ്രദേശമാണത്. അവിടെ ഫുള്ള് നമ്മൾ പിള്ളേരെയൊക്കെ തപ്പി നടക്കണം. അടുത്ത വർഷത്തേക്ക് പിള്ളേര് വേണം എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഞാൻ ഈ വർഷം അവിടെ നിന്ന് ഇറങ്ങുന്നത് 1ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറാക്കി എന്നെ അവിടെ ഇരുത്തി. അത് LKGയിലും UKGയിലും ഒക്കെ പോകാത്ത ഏജുള്ള കുട്ടികളെയൊക്കെ പുള്ളി പൈസ കൊടുത്ത് അവിടെ കൊണ്ടുവന്നിരുത്തും. നമുക്കത് കണ്ടു നിൽക്കാൻ പറ്റില്ല. ആ കുട്ടികൾക്ക് ബേസിക് ആയിട്ടുള്ള എഴുത്തും വായനയും പോലും ഉണ്ടാവില്ല. അങ്ങനെയാണ് ഞാൻ ഓഗസ്റ്റിൽ പോവണ്ടെന്ന് കരുതിയിട്ട് നിർത്തുന്നത്. പിന്നെ എൻ്റെ പൈസ തിരിച്ചു ഫാദർ അവിടെ ചെന്നപ്പോഴത്തേക്കും ഫാദറിന് എനിക്കെതിരെ പുള്ളി സിവിൽ സ്യൂട്ട് ഫയൽ ചെയ്തു. ഞാൻ സത്യത്തിൽ അന്നൊന്നും അവിടെ ഒന്നും പോയിട്ടില്ല, ജോലിക്ക് പോവാണ്ട്. അതായത് പൈസ തിരിച്ചു ചോദിക്കുമ്പോൾ തിരിച്ച് കേസ് തന്നു, ഭയപ്പെടുത്തി. ആനി, പിന്നീട് ഈ പൈസ തിരിച്ചു കിട്ടിയോ? കിട്ടിയില്ല. ഇപ്പോഴും നമ്മൾ SC ഓഫീസിലൊക്കെ ഇങ്ങനെ നടക്കാണ്. 28 ലക്ഷം രൂപയാണ് ആനിയുടെ കയ്യിൽ നിന്ന് ഈ VC പ്രവീൺ വാങ്ങിയത്. നമുക്ക് ആകെയുള്ള റെക്കോർഡ് എന്ന് പറഞ്ഞാൽ സാർ, നമുക്ക് ഫോൺ കോൾസ് ആണ് നമ്മുടെ കയ്യിലുള്ള റെക്കോർഡ്. ഞാൻ അവിടെ നിന്നാനേ, നമുക്ക് സ്ഥിരമായിട്ടൊരു പോസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്നാനേ. അവിടെ വന്നൊരു AO പറഞ്ഞത് 2 ഡിവിഷൻ പോൾ നിൽക്കുന്ന, ഡിവിഷൻ പോൾ 10 വർഷമായിട്ട് വന്നിട്ട് 10 വർഷമായിട്ടുള്ള ടീച്ചേഴ്സ് അവിടെയുണ്ട്. പിന്നെ അതുകൂടാണ്ട് ഞാൻ ചെല്ലുന്നതിന് മുന്നേ തന്നെ 2 ഡിവിഷന്റെ ഒരു ഇത് അവിടെ ഡിവിഷൻ ഫാൾ സംഭവിച്ചു. മനസ്സിലായി ആനി. അപ്പോ ആനി ടീച്ചറിനെ പോലെ നിരവധി ടീച്ചർമാർ പറ്റിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പിന്നീട് ആനി ടീച്ചറിന്റെ ബോധ്യമായോ? അവിടെ ബേസിക് ആയിട്ട് തെറ്റില്ലാത്ത ടീച്ചർമാർ പോലും ഉണ്ട്. അതായത് നമുക്കൊരു അടിസ്ഥാന യോഗ്യതയാണ് കേട്ടിട്ട് എന്നുള്ളത്. LP UP കേട്ടിട്ട് യോഗ്യത ഇല്ലാത്തവരുടെ കയ്യിൽ നിന്ന് പോലും ഈ VC പ്രവീൺ പണം വാങ്ങുന്നുണ്ട്. അവരിപ്പോഴും അവിടെ ജോലി ചെയ്യുന്നുണ്ട് ചിലരെങ്കിലും. ചിലര് അവിടെ ജോലി. ആനി, പിന്നീട് ഈ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ കൂടുതൽ പേർ ഇതേപോലെ തട്ടിപ്പിന് വിധേയരായി എന്ന് ആനിക്ക് ബോധ്യമായി. ഞാൻ വീട്ടിലിരുന്ന സമയത്തൊക്കെ ഞാൻ പിന്നെ എൻ്റെ പൈസ അവിടെ കിടക്കല്ലേ, അപ്പം നമ്മൾ കൂടുതൽ എൻക്വയറികളൊക്കെ നടത്താൻ തുടങ്ങിയപ്പോഴാണ്
ഇപ്പൊ നേരത്തെ വിളിച്ച മാഷിനെയൊന്നും ഞാൻ ഡയറക്റ്റ് കണ്ടിട്ടില്ല. പക്ഷെ ഇവരൊക്കെ ഇങ്ങനെ കുറെ തട്ടിപ്പിന് ഇരയായവരുണ്ട്. ഞാൻ അതിൽ ഒരാളും മാത്രമാണെന്നുള്ളതാണ്. ഞാൻ കോടികളുടെ അദ്ദേഹത്തോട് തട്ടിപ്പാണ് ആനി നടത്തിയിരിക്കുന്നത്. താങ്ക് യു ആനി ടീച്ചർ, താങ്ക് യു വൈശാഖൻ പ്രതികരിച്ചതിന്. പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം, VC പ്രവീൺ എന്നുള്ളത് ഒരാളുടെ പേര് മാത്രമല്ല, ഇത്തരത്തിൽ എയ്ഡഡ് കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പല മാനേജ്മെന്റുകളും ഉണ്ട് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. അതിൽ VC പ്രവീൺ വിദ്യാഭ്യാസ മേഖലയിലെ അധോലോക രാജാവാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പറ്റിച്ചിരിക്കുന്നത് 114ഓളം അധ്യാപകരെയാണ്. ലക്ഷങ്ങൾ കോഴ വാങ്ങി UP സ്കൂളിൽ നിയമനം നൽകാമെന്ന് പറഞ്ഞ് പറ്റിച്ച് പണം തിരികെ ചോദിക്കുമ്പോൾ അവർക്കെതിരെ കേസ് കൊടുത്ത് ഭയപ്പെടുത്തി അവരെ നിശബ്ദരാക്കി അനധികൃതമായി വിദ്യാർത്ഥികളുടെ എണ്ണം പെരുപ്പിച്ചു കാട്ടി സ്കൂൾ കച്ചവടം നടത്തുന്ന അധോലോക രാജാവിന്റെ പേരാണ് VC പ്രവീൺ. ആ VC പ്രവീണുമായി ബന്ധപ്പെടാൻ ഞങ്ങൾ ശ്രമിച്ചു, പക്ഷേ പ്രതികരിക്കാൻ അയാൾ തയ്യാറല്ല. ആ പ്രദേശത്തേക്കേ അടുപ്പിക്കുന്നില്ല VC പ്രവീൺ എന്നതാണ് വസ്തുത. പക്ഷേ ഈ ടീച്ചർമാർ സാക്ഷ്യപ്പെടുത്തുന്നു, അവരുടെ കയ്യിൽ തെളിവുകളുണ്ട്, വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പരാതിയും നൽകിയിട്ടുണ്ട്. ഇപ്പോഴും VC പ്രവീണിനെതിരെ ഒരു ചെറുവിരൽ അനക്കിയിട്ടില്ല വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ഇതാണ് സാക്ഷര കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. VC പ്രവീണിനെ പോലെയുള്ള അധോലോക രാജാക്കന്മാരുടെ നിർഭയമായിട്ടുള്ള അഴിഞ്ഞാട്ടമാണ് സംഭവിക്കുന്നത്.